Assalamu alaikum. Hi my children, how are you all? Are you fine there? Let's start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay, today we can start a new chapter. Name of the lesson is working with machines. Is it? We know we do many activities in our everyday life. Is it? നമുക്കറിയാലേ ഒരു ദിവസം നമ്മൾ എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന്. Then can you say what's the name of some activities? We walk, then we run, we cycling, driving and cooking. Many activities we do in everyday life. Then simple machines help our life activities in a good way. അതായത് സിമ്പിൾ മെഷീൻസിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി നമ്മുടെ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്താക്കാൻ പറ്റുന്നു, സിമ്പിൾ ആക്കാൻ പറ്റുന്നു. വി ക്യാൻ സ്റ്റഡി ഡീറ്റെയിൽ അബൌട്ട് ദാറ്റ്. പേജ് നമ്പർ 113 ഇൻ യുവർ EVS ടെക്സ്റ്റ് ബുക്ക്. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 113. അതിൽ ഒരു ആക്ടിവിറ്റി ആദ്യം തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്യാം. പേജ് നമ്പർ 112 112 ഒരു ആക്ടിവിറ്റി ഉണ്ട്. യു ക്യാൻ ഡു ഇറ്റ് അലോൺ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 113. ഓൾ ഓഫ് യു ഓപ്പൺ ആൻഡ് ലിസൺ. അതിലൊരു ഫില്ലപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി യൂസ് എ ഡാഷ് ടു സീ ഇൻ ദ ഡാർക്ക്. വി യൂസ് എ ഡാഷ് ടു സീ ഇൻ ദ ഡാർക്ക്. അതായത് ഇരുട്ടിൽ നമ്മൾ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വി യൂസ് എ ലൈറ്റ്. ഇസ് ഇറ്റ്? ഫസ്റ്റ് വൺ, ലൈറ്റ്. നമുക്ക് ലൈറ്റ് ഉപയോഗിക്കാം. We use a light to see in the dark. Then second one, a handle is attached to a door with the help of a dash. A handle is attached to a door with the help of a dash. ഒരു ഡോറിൽ ഒരു ഹാൻഡിൽ എന്തിൻ്റെ സഹായത്താലാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്? സ്ക്രൂ അല്ലേ? സ്ക്രൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹാൻഡിൽ ആ ഡോറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. സ്ക്രൂ. The answer is screw. SCREW, screw. Third one, a dash helps an astronomer to see celestial bodies. A dash helps an astronomer to see celestial bodies. What's the answer? ഒരു അസ്ട്രോണമറിനെ സഹായിക്കുന്നത് എന്താണ്? സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ കാണാനായിട്ട്. ദാറ്റ് ഈസ് ദ ടെലിസ്കോപ്പ്. എന്താണ്? ടെലിസ്കോപ്പ്. Then a dash is an example of a machine. ഒരു മെഷീനിന് എക്സാമ്പിൾ എഴുതുക. ഏതെങ്കിലും ഒരു മെഷീൻ. നമുക്ക് മിക്സർ എഴുതാം, വാഷിംഗ് മെഷീൻ ഏതെങ്കിലും എഴുതാം. അപ്പം നമുക്ക് വാഷിംഗ് മെഷീൻ എഴുതാം. ഓക്കെ, വാഷിംഗ് മെഷീൻ, എക്സാമ്പിൾ ഓഫ് എ മെഷീൻ. ഓക്കെ, all you finished? Then work. You can study about work. What is the meaning of work? Work, WORK. Work means എന്താണ്? ഒരു പ്രവൃത്തി, ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി. വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യുന്ന ഏത് ആക്ടിവിറ്റി എന്താണ്? ഒരു വർക്കാണ്. പക്ഷേ എല്ലാ വർക്കും ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ ആ ജോലി നടന്നു അല്ലെങ്കിൽ ആ വർക്ക് നടന്നു എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അപ്പം മിസ്സ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് മിസ്, ഈ ബോർഡിനെ ഇങ്ങനെ പുഷ് ചെയ്യുകയാണേ. ബോർഡിനെ മിസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ മിസ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ബോർഡ് മൂവ് ആയോ? ബോർഡ് അതേ സ്പേസിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബോർഡിനെ മിസ് മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിവിടെ സ്ക്രൂ വെച്ച് എന്ത് ചെയ്തേക്കാണ്? ഈ ബോർഡിനെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം മിസ്സിന് അതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മിസ് എഫേർട്ട് എടുത്തിട്ടുണ്ടോ? മിസ് നന്നായിട്ട് എഫേർട്ട് എടുത്ത് ഇങ്ങനെ മാക്സിമം നീക്കാൻ നോക്കുവാണ്. പക്ഷെ അത് മൂവ് ആയില്ല. അപ്പോൾ അവിടെ വർക്ക് നടന്നോ നടന്നില്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വർക്ക് ഈസ് നോട്ട് ഡൺ ബൈ ഹിയർ, ഇല്ലേ? വർക്ക് നടന്നോ? വർക്ക് നടന്നില്ല. മിസ്സിൻ്റെ മുന്നിൽ ഒരു ടേബിളുണ്ട്. മിസ് എന്ത് ചെയ്യാണ്? ആ ടേബിളിൽ ഇങ്ങനെ പുഷ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് മിസ് അത് കാണിക്കുന്നില്ല. മിസ്സിൻ്റെ മുന്നിൽ ഒരു ടേബിളുണ്ട്. മിസ് അതിനിങ്ങനെ പതുക്കെ മൂവ് ചെയ്യുവാണേ. അപ്പോൾ ഒരു എന്താണ്? സ്മോൾ ടേബിളാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മിസ്സിന് അതിനെ മൂവ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? അവിടെ വർക്ക് നടന്നു, അവിടെ വർക്ക് നടന്നില്ലേ?
വർക്ക് ഈസ് ഡൺ ബൈ ഹിയർ. അപ്പം ഇവിടെ വർക്ക് നടന്നോ? ഇവിടെ വർക്ക് നടന്നില്ല. അതേസമയം മിസ്സിൻ്റെ മുന്നിലുള്ള ടേബിള് മിസ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണ്. എന്നിട്ട് എന്ത് പറ്റി? ടേബിള് മൂവായി. അപ്പോൾ എന്താണ് അവിടെ? വർക്ക് നടന്നു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നമ്മൾ പേജ് നമ്പർ 113 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഫസ്റ്റ് പിക്ചർ, ദ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ബോയ് എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിക്കുവാണ്. സെക്കൻഡ് വൺ, ദ ഗേൾ ഈസ് പ്ലേയിങ് ബാഡ്മിൻ്റൺ. ഈ ഗേൾ എന്ത് ചെയ്യാണ്? ബാഡ്മിൻ്റൺ കളിക്കുവാണ്. ബോത്ത് ഓഫ് ദം ആർ ഡൂയിങ് വർക്ക്. രണ്ടുപേരും എന്ത് ചെയ്യുകയാണ് അവിടെ? ജോലി ചെയ്യണം. ബോത്ത് ഓഫ് ദം ആർ ഡൂയിങ് വർക്ക്. അപ്പം എന്താണ് സയൻറ്റിഫിക് മീനിങ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്റ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്, വർക്ക് ഈസ് ഡൺ. എന്താണ് വർക്കിൻ്റെ സയൻറ്റിഫിക് മീനിങ് ചോദിച്ചാൽ, വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ. ഫോഴ്സ് ഈസ് അപ്ലൈഡ് ബൈ ആൻ ഒബ്ജെക്റ്റ് ആൻഡ് ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പോരാ, ആൻഡ് ഇറ്റ് മൂവ്സ്. അതിന് എന്ത് ചെയ്യണം? ആൻഡ് ഇറ്റ് മൂവ്സ്, അത് ചലിക്കണം. എങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? വർക്ക് ഈസ് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എന്താണ് വർക്കിൻ്റെ സയൻറ്റിഫിക് മീനിങ് ചോദിച്ചാൽ, വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ബൈ ആൻ ഒബ്ജെക്റ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്, വർക്ക് ഈസ് ഡൺ. അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്റ്റ്, ബൈ അല്ല, ഓൺ ആൻ ഒബ്ജെക്റ്റ്. അതായത് ഒരു ഫോഴ്സ് ഒരു വസ്തുവിന്മേൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രയോഗിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യുന്നു. എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഈസ് ഡൺ. Say the scientific meaning of work. When force is applied on an object and it moves, work is done. Okay. Here we can see the picture of two girls. You can look to your textbook. First one, a girl is pushing a box by applying muscular force. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മസ്കുലാർ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? മെക്കാനിക്കൽ ഫോഴ്സ്, അങ്ങനെ കുറേ ഫോഴ്സുകളൊക്കെ പഠിച്ചു. അപ്പോൾ എന്താണ്? ഒരു ഗേൾ എന്ത് ചെയ്യാണ്? പുഷിങ് എ ബോക്സ് ബൈ അപ്ലൈങ് മസ്കുലാർ ഫോഴ്സ്. അപ്പം ആ കുട്ടി മസ്കുലാർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോക്സിനെ ഇങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുവാണ്. ദ ബോക്സ് മൂവ്സ് എ ലിറ്റിൽ. ഒരു ഇത്തിരി എന്ത് ചെയ്തു? ബോക്സ് മൂവ് ചെയ്തു. ദെൻ വർക്ക് ഈസ് ഡൺ ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. അപ്പോൾ ബോക്സ് മൂവ് ചെയ്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ആ ബോക്സിന്മേൽ പ്രയോഗിച്ച ഫോഴ്സിൻ്റെ ഫലമായിട്ട് എന്തു പറ്റി? ആ ബോക്സ് മൂവ് ചെയ്തു. ദെൻ വി ക്യാൻ സേ വർക്ക് ഈസ് ഡൺ ദെയർ. ഓക്കെ. അപ്പോൾ എന്താണ് വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റുന്നതിൻ്റെ വർക്കിൻ്റെ സയൻറ്റിഫിക് മീനിങ് എന്താണ്? വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്റ്റ് and it moves, work is done. This is the scientific meaning of work. We can see the second picture. If the object does not move even when force is applied on it. നമ്മളൊരു വാള്, ഈ ഒരു ഭിത്തി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് പുഷ് ചെയ്ത് നോക്കണം. വാൾ മൂവ് ചെയ്യോ? മൂവ് ചെയ്യില്ലേ? then the wall does not move, then the work is not done there. Work നടന്നില്ല. For example, in the picture, the girl is trying to push a wall. However, despite the force applied by the girl, the wall does not move. Hence, no work is done there. Okay, work നടന്നോ? വർക്ക് നടന്നില്ലേ? വർക്ക് നടന്നില്ല. അപ്പം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ എന്താണ്? വർക്ക് ഈസ് ഡൺ. ദാറ്റ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് മൂവ്, the work is not done. സിമ്പിൾ ആണ്. എന്താണ്? ഇപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ വർക്ക് ഈസ് ഡൺ, ആൻഡ് the object does not move, work is not done there. Okay. Here page number 114, there is one more activity. 114, all of you take and listen. വർക്ക് ഡൺ ആണോ വർക്ക് ഡൺ അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, എ, determine if work is done in the given example. Write work is done or work is not done to complete each sentence. Okay, work done ആണോ work done അല്ലേ എന്ന് നിങ്ങൾ പറയണം. A, dash when we use force to push a toy car and it moves. മിസ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിടാം, അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. Dash when we use
force to push a toy car and it moves. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടോയ് കാറാണ്, റിയൽ കാറല്ല, ഒരു ടോയ് കാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു. അത് ആ കാർ മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പം എന്താണ് അവിടെ? വർക്ക് ഈസ് ഡൺ ആണോ വർക്ക് ഈസ് നോട്ട് ഡൺ ആണോ? നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്താൽ എന്താണ്? വർക്ക് ഈസ് ഡൺ. അപ്പോൾ ഓൾ ഓഫ് യു റൈറ്റ് ദേർ വർക്ക് ഈസ് ഡൺ. വർക്ക് ഈസ് ഡൺ. ഓക്കെ. Second one, look to your textbook. Dash when a person is standing in one place with a heavy load on his head. ഇപ്പം എന്താണ്? ഒരു ഹെവി ലോഡുമായിട്ട് ഒരു പേഴ്സൺ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം മിസ് ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ തലയിൽ എന്തുണ്ട്? ഒരു ഹെവി ലോഡുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം എന്താണ്? വർക്ക് ഈസ് ഡൺ ആണോ വർക്ക് ഈസ് നോട്ട് ഡൺ ആണോ? സേ ദ ആൻസർ. വർക്ക് ഈസ് നോട്ട് ഡൺ. ഇല്ലേ? അവിടെ പ്രവൃത്തി നടന്നോ? ഇല്ല. സെക്കൻഡ് വൺ ആൻസർ ഈസ് വർക്ക് ഈസ് നോട്ട് ഡൺ. ഓക്കെ. തേർഡ് വൺ, ഡാഷ് വെൻ വി പ്ലേ എ ഗെയിം ഓഫ് ചെസ്. വെൻ വി പ്ലേ എ ഗെയിം ഓഫ് ചെസ്. ഇപ്പം ചെസ് നമ്മൾ കളിക്കുവാണ്. അപ്പം നമ്മൾ അനങ്ങാതിരുന്ന അവിടെ ചെസ് കളി നടക്കൂ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈകൾ മൂവ് ചെയ്യണം. നമ്മൾ കളിക്കുന്ന ആ ബോർഡിനകത്തുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ മൂവ് ചെയ്യിക്കണം. അപ്പോൾ എന്താണ്? അപ്പോൾ വർക്ക് ഈസ് ഡൺ. അവിടെ വർക്ക് നടക്കുന്നില്ലേ? വർക്ക് ഈസ് ഡൺ. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ഡാഷ് വെൻ വി ക്യാരി ബുക്സ് ഫ്രം ദി ലൈബ്രറി ടു ദി ക്ലാസ് റൂം. അപ്പോൾ ലൈബ്രറിയിലുള്ള ബുക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. ദെൻ വർക്ക് ഈസ് ഡൺ ഓർ വർക്ക് ഈസ് നോട്ട് ഡൺ? വർക്ക് ഈസ് ഡൺ ദെയർ. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ സയൻറ്റിഫിക് മീനിങ് ഓഫ് വർക്ക്? സേ when force is applied on an object and it moves, work is done. The scientific meaning of work is when force is applied on an object and it moves, work is done. This is the scientific meaning of work. Okay. ഇനി നമുക്ക് സിമ്പിൾ മെഷീൻസിൻ്റെ യൂസ് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ. സിമ്പിൾ മെഷീൻസ്. We have a lot of machines in our home and our surroundings. അല്ലേ? ഒരുപാട് മെഷീൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇഫ് വി നീഡ് എ ഹെയർ കട്ട്, നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല. ഹൗ വി ക്യാൻ കട്ട് അവർ ഹെയർ? അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? യെസ്, സിസേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സിസർ ഇല്ല. അപ്പോൾ നമ്മൾ മുടി കട്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് പാടായിരിക്കും. നമുക്ക് കട്ട് ചെയ്യാം, വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ എന്താണ്? സിസർ വെച്ച് കട്ട് ചെയ്യുന്ന നമുക്ക് സിമ്പിൾ ആവുമോ ആ ജോലി? ഇല്ല. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അസ് അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റേതായ ജോലിക്ക് അതിൻ്റേതായ മെഷീൻസ് യൂസ് ചെയ്താൽ എന്താവും? ആ വർക്ക് സിമ്പിൾ ആവും. In our everyday lives, we use simple tools to make our work easier. നമ്മൾ സിമ്പിൾ ടൂൾസ് യൂസ് ചെയ്ത് നമ്മുടെ വർക്ക് ഈസി ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വി യൂസ് ഇൻ അവർ കിച്ചൺ, വി വോണ്ട് ടു കട്ട് വെജിറ്റബിൾസ്, ഫിഷ് എക്സെട്ര. അപ്പം ദെൻ വി യൂസ് എ നൈഫ് അല്ലേ? നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നൈഫ്. അതായത് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നൈഫ്സ് ഉപയോഗിക്കുന്നു അല്ലേ? We can think if there is no knife in our kitchen, what we do? How we can cut that vegetables? It is very difficult അല്ലേ? അപ്പോൾ എന്താണ്? നൈഫ് ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ദെൻ സിമിലർലി വി യൂസ് വീൽസ് ആൻഡ് ആക്സൽസ്. അതുപോലെ നമ്മൾ നമ്മുടെ വണ്ടി, നമ്മുടെ വെഹിക്കിൾസിന് എന്ത് വേണം? വീൽസ് വേണം ഇല്ലേ? അതുപോലെ സ്ക്രൂസ് വേണം. ഇതെല്ലാം സിമ്പിൾ മെഷീൻസ് ആണ്. അപ്പം നമുക്കൊരു പെയിൻറ്റിങ്, അതായത് ഈ ബോർഡ് ഇവിടെ ഇങ്ങനെ ഈ വോളിൽ ഹാങ് ചെയ്യണം. അപ്പം എന്ത് വേണം? അവിടെ സ്ക്രൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിവിടെ ഹാങ് ചെയ്തിടാൻ പറ്റൂ.
ഓക്കെ. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിൻസ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ വെഡ്ജ്, ദെൻ പുള്ളീസ് ആൻഡ് ലിവേഴ്സ് ടു ഹെൽപ്പ് us ഡു അവർ വർക്ക് ഫാസ്റ്റർ വിത്ത് ലെസ് എഫേർട്ട്. സച്ച് ടൂൾസ് ആർ നോൺ ആസ് സിമ്പിൾ മെഷീൻസ്. അപ്പോൾ എന്താണ് സിമ്പിൾ മെഷീൻസ്? We use simple tools to make our work easier. This type of tools are called simple machines. അതായത് we use many things to make our work easier. നമ്മളെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ മെഷീൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ ഈസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതായത് ചരിവ് തലം എന്ന് നമുക്ക് വിളിക്കാം. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇല്ലേ? ഇപ്പം എന്താണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് നോക്കിയാൽ പേജ് നമ്പർ 115 ഓൾ ഓഫ് യു ലിസൺ. അതിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിവ് തലം. അതായത് അതിൻ്റെ യൂസ് എന്താണ്? ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ലുക്സ് ലൈക്ക് എ സ്ലോപ്പിംഗ് ഓർ സ്ലാൻഡിങ് സർഫസ് റേസ്ഡ് അറ്റ് വൺ എൻഡ്. അതായത് ഒരു ചരിവ് തലം. നമുക്ക് എന്ത് വേണം? നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്? സ്ലൈഡ്. സ്ലൈഡിനകത്ത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിളായിട്ട് നമുക്ക് സ്ലൈഡ്. ഇതാണ് സ്ലൈഡ്. നമുക്ക് എന്ത് പറ്റും? നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരുന്നാൽ മതി. നമ്മൾ ഓൾറെഡി നമ്മൾ എങ്ങോട്ട് വരും? താഴോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങ് വരാം അല്ലേ? അപ്പം എന്താണ്? അതുപോലെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മറ്റൊരു യൂസാണ് എന്ത്? നമുക്കൊരു ഹെവി ലോഡ് ഒരു വെഹിക്കിളിലോട്ട് നമുക്ക് കയറ്റണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ചെയ്താൽ നമുക്ക് ഹെവി ലോഡ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പുഷ് ചെയ്ത് മുകളിൽ എത്തിക്കാം. ഓക്കെ. ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ലുക്സ് ലൈക്ക് എ സ്ലോപ്പിംഗ് ഓർ സ്ലാൻഡിങ് സർഫസ് റേസ്ഡ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡ് ഉയർന്ന എന്താണ്? സ്ലാൻഡിങ് ഓർ സ്ലോപ്പിംഗ് വേയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. എ ലോഡ്, എസ്പെഷ്യലി എ ഹെവി ഒബ്ജക്റ്റ്, ക്യാൻ ബി പുഷ്ഡ് അപ്പ് ഓർ ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസിലി. ഇപ്പം എന്താണ്? ഹെവി ലോഡ് നമ്മൾക്ക് റേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇറക്കണമെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇറ്റ് റിക്വയർസ് ലെസ് എഫേർട്ട് ടു മേക്ക് ഒബ്ജക്റ്റ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. എ സ്ലൈഡ് ആൻഡ് എ റാമ്പ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻസ്. വി ക്യാൻ സീ റാമ്പ്. ഇപ്പോൾ ഒരു സ്ലൈഡും പിന്നെന്താണ്? റാമ്പും. ഇതെല്ലാം എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? An inclined plane looks like a sloping or slanting surface raised at one end. A load, especially a heavy object, can be pushed up or down an inclined plane easily. It requires less effort to move objects on an inclined plane. Okay, a slide and a ramp are examples of inclined plane. Okay, inshallah ഇത്രയും പോർഷൻസ് എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് ടെക്സ്റ്റ് നോക്കി റീഡ് ചെയ്യണം. ഇൻഷാല്ലാ the later portion we can study in the next class. Today we can wind up. Assalamu alaikum wa rahmatullahi wa barakatuh.